Hey everyone, welcome to Eminent PSC. Kerala PSC Assistant Professor എക്സാമിന്റെ സിലബസ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഈ പരീക്ഷയെക്കുറിച്ചും നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇത് എത്രത്തോളം പ്രോമിസിംഗ് ആണ്, റിവാർഡിംഗ് ആണ്, അതിന് വേണ്ട പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പിന്നെ അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എക്സാമിന്റെ സിലബസ് ഡിസ്കഷനും അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഞാൻ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, അഥവാ ഇതൊരു റിട്ടൺ എക്സാം ആണ്. അതിനർത്ഥം നിങ്ങൾ എഴുതിയുള്ള ഒരു ശീലം ഇവിടെ വളരെ ആവശ്യമാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുത്തു പരീക്ഷയാണ്, ഒബ്ജക്റ്റീവ് അല്ല. നിങ്ങൾ ഇതിനു മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന, പരിശീലിച്ചിട്ടുണ്ടായിരുന്ന, പരിചിതമായിട്ടുണ്ടായിരുന്ന ആ ഒരു സിമിലർ രൂപമേ അല്ല ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. യു ആർ സപ്പോസ് ടു റൈറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ശീലം വേണം. നിങ്ങൾക്ക് ആക്കഡമിക്കലി നിങ്ങൾക്ക് ആ ഒരു ആൻസർ സമർത്ഥിക്കാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് എസ് എ ടൈപ്പ് ഉണ്ട്, അനലിറ്റിക്കൽ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാണ്ട് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെപ്ത് ഓഫ് നോളജ് ആണ്, നിങ്ങൾക്കുള്ള ക്രിറ്റിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് ആൻസർ സമർത്ഥിക്കാനുള്ള കഴിവാണ്, നിങ്ങളുടെ ആക്കഡമിക് റൈറ്റിംഗ് ക്വാളിറ്റിയാണ്. വിച്ച് മീൻസ് നിങ്ങൾ ചുമ്മാതെ അങ്ങിരുന്ന് ആ ഭാഗങ്ങൾ പഠിക്കുക, സമർത്ഥിക്കുക എന്നുള്ളതല്ല. അവിടെ വിഷയത്തെക്കുറിച്ച് നല്ലൊരു അഗാധമായിട്ടുള്ളൊരു നോളജ് വേണം, പാണ്ഡിത്യം വേണം. പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് വേണം. കഥാകാരൻ അല്ലെങ്കിൽ കഥാകൃത്ത് അല്ലെങ്കിൽ പോയിറ്റ് എന്ത് എഴുതി വെച്ചോ, അല്ലെങ്കിൽ ആ തിയറിസ്റ്റ് എന്ത് എഴുതി വെച്ചോ എന്നുള്ളത് ബ്ലൈൻഡ് ആയിട്ട് വായിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാണ്ട് പകരം അതിനെ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ, അത്തരത്തിലൊരു വീക്ഷണത്തിൽ, വിശകലനാത്മകമായിട്ടുള്ളൊരു വീക്ഷണത്തിൽ അതിനെ നോക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും പെർസ്വാസിവ്ലി നമ്മുടെ ആർഗ്യുമെന്റേറ്റീവ് എസ്സേയുടെ ഭാഗമായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാനും പറ്റണം. അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളും തെളിവുകളും നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് എടുത്തുദ്ധരിക്കാനും പറ്റണം. അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ആക്രമിക് ആയിട്ടുള്ള, സ്കോളർലി ആയിട്ടുള്ള വൊക്കാബുലറിയും ഫോമൽ ടോൺസിലും നമ്മളത് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഡിഗ്രി PG സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനി നിലവാരത്തിലുള്ള പരീക്ഷയല്ല ഇത്. ഇത് നിങ്ങൾ ഇരുത്തം വന്നിട്ടുള്ള, പഴക്കം വന്നിട്ടുള്ള, ക്വാളിറ്റിയുള്ള, റിസർച്ച് മെന്റാലിറ്റിയുള്ള, അഗാധ പരിജ്ഞാനമുള്ള ഒരു പ്രൊഫസർ എഴുതുന്ന രീതിക്കാണ് എഴുതേണ്ടത്. അതിനർത്ഥം അതിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ജോലിക്ക് യോഗ്യരാണെന്ന് അവർ തിട്ടപ്പെടുത്തുന്നത്, അവർ തീരുമാനിക്കുന്നത്, അവർ നിങ്ങളെ അളക്കുന്നത്. സോ അത്തരത്തിലുള്ള കഴിവുകളെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു പരീക്ഷയാണ്. എസ് എ ടൈപ്പ് വരാറുണ്ട്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്രമിക് എക്സാമിനേഷൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഓരോ സബ്ജക്റ്റിനും വെവ്വേറെ ആയിട്ട് പരീക്ഷ നടത്താറുണ്ട്. 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, 2 മണിക്കൂറായിരിക്കും, 10-20ഓളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അവിടെ നിങ്ങളുടെ സബ്ജക്ട് നോളജ് അവർ വിലയിരുത്തുന്നു, നിങ്ങളുടെ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വിലയിരുത്തുന്നു, നിങ്ങളുടെ അനലിറ്റിക്കൽ ആൻഡ് ആക്രമിക് റൈറ്റിംഗ് ക്വാളിറ്റി അവർ അസസ് ചെയ്യുന്നു. സോ ശേഷം ഈ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ ആ ഒരു ഫർദർ സ്കോറിങ്ങിന് അനുസൃതമായിട്ട് ഷോർട്ട് ലിസ്റ്റഡും ശേഷം സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ അറിയും, റൈറ്റ്? അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഉണ്ടാവും, ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് കടക്കും, ഫൈനലി നിയമനം വരും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ അവിടെ ബേസിക്കലി സാധാരണയായിട്ട് കാണുന്നത് 3 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക്. മുൻവർഷത്തെ 2024 നടന്നിട്ടുണ്ടായിരുന്ന ST കാറ്റഗറിക്കായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് 4 മാർക്ക്, 5 മാർക്ക് എന്നുള്ള റേഞ്ചിൽ കാണാറുണ്ട്. അതായത് അവിടെ ചെറിയ മാറ്റം വന്നേക്കാം. സോ പക്ഷേ പൊതുവിൽ നമുക്ക് 3 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക് എന്നുള്ള ഒരു പാറ്റേൺ ആണ് കാണാവുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 2024 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്കൊന്ന് റെഫർ ചെയ്ത് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഇനി PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാവുന്നതാണ്. സോ 3 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക് എന്നുള്ളതാണ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ, റൈറ്റ്? സോ അതിനനുസൃതമായിട്ട് നിങ്ങൾ എഴുതുക. സോ 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്നതിനനുസൃതമായിട്ട് ഒരു ഹാഫ് പേജ് അല്ലെങ്കിൽ ഒരു 70 to 100 വേർഡ്സിൽ നമുക്ക് എഴുതേണ്ടി വരും. 6 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 120 to 150 റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 180 റേഞ്ചിൽ നമുക്ക് എഴുതേണ്ടി വരും. ഷോർട്ട് എസ്സേ ആയിരിക്കും. 8 മാർക്ക് ആണെങ്കിൽ ലോങ് എസ്സേ ആയിരിക്കും. ലോങ് എസ്സേ എന്ന് പറയുമ്പോഴും ഒരു 200 to 250 റേഞ്ചിൽ നമുക്ക് എഴുതേണ്ടി വരും. പരമാവധി നമ്മൾ ഈ 2 മണിക്കൂറിനകം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല, ഇവിടെ ഓപ്ഷണൽസ് ഇല്ല. അതായത് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനർത്ഥം എന്താണ്? യു ഹാവ് ടു ബി തറോ വിത്ത് എവ്രി പാർട്ട്, അല്ലെ? ആ ഒരു എൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, റൈറ്റ്? സോ അവിടെ നമുക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. മറ്റ് മുമ്പ് ഉണ്ടായിരുന്ന ഈ പല ഒബ്ജക്റ്റീവ് എക്സാംസിന്റെ കേസ് നോക്കുകയാണെങ്കിലും നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് അറിയാവുന്ന ഉത്തരം നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ
അവിടെ ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് സഹായകമായിട്ടുള്ള ഈ ഓപ്ഷൻസ് നമ്മളെ ഇനി ഒരു പക്ഷേ 80% നമ്മൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 20% ആ ഓപ്ഷൻസിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രം, സ്കോർ നൽകിയിട്ടുണ്ട്, കൃത്യസമയം നൽകിയിട്ടുണ്ട്, വെറും 2 മണിക്കൂറാണ്. പക്ഷെ ഈ 2 മണിക്കൂറിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതേണ്ട രൂപത്തിൽ വൃത്തിയായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ അതിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഏതാണ്ട് ഡിസംബറിൽ എക്സ്പെക്ട് ചെയ്യുന്നു, സോ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന്? എസ്പെഷ്യലി ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്, എഴുത്ത് പരീക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പക്ഷെ ആ സമയത്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതിയാവും എന്നുള്ളത്? അല്ല, നിങ്ങളുടെ എഴുത്ത് ബെറ്റർ ആക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് സ്കോളർലി ക്വാളിറ്റിയിൽ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള കോണ്ടന്റ് നോളജ് വേണം. ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസുകളും മറ്റ് പല കാര്യങ്ങളും ഇതുമായിട്ട് ഡിവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. സോ ആ ഒരു സമയം നമുക്ക് വേണം. അതൊരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് പല പരീക്ഷകളെയും നമ്മൾ സമീപിക്കുന്ന ആ ഒരു വളരെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന ഒരു പരീക്ഷയല്ല. അത് തന്നെ ഇതിന്റെ ഒരു മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ഇതിൽ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിന് തയ്യാറെടുത്ത് വരുന്ന ആളുകളായിരിക്കും. അത് ഒരു പരിധി വരെ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇതിന് ധൈര്യപ്പെടില്ല. ഒരുപാട് ആളുകൾ HSST അതുപോലെ തന്നെ HSA പോലെയുള്ള എക്സാമുകളിൽ ഒതുങ്ങി അവിടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടെ റിലാക്സിങ് ആണ്. പക്ഷേ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് അതിനെ വലിയൊരു വെല്ലുവിളിയും പ്രോബ്ലവും അല്ലെങ്കിൽ അതിനെ ഒരു ഭയത്തോടു കൂടിയുള്ള ഒരു വീക്ഷണത്തോടു കൂടെ കാണുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഭാഗത്ത് അവർ നിൽക്കാറുണ്ട്. ആൻഡ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷേ ഐ നോ യു ആർ ഹിയർ ബിക്കോസ് യു ഡിസേർവ് മോർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക്, കുറച്ചും കൂടി ഒരു ആക്കഡമിക് പ്രോഗ്രഷൻ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയെ നിങ്ങളിത് ഉറ്റുനോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലേ? ആൻഡ് ഐ റിയലി ഗെറ്റ് ദാറ്റ്. ആൻഡ് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പക്ഷെ ആരും നമ്മൾ പരീക്ഷയെ പരിചയപ്പെടുകയാണ്. ഇതാണ് പരീക്ഷ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിലെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർ നോക്കുന്നത്? നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് തിമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ സാധിക്കുന്നുണ്ടോ, ടെക്സ്ച്വൽ അനാലിസിസ് നിങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ലിറ്റററി വർക്ക്സിന്റെ ബേസിക് പ്ലോട്ട് മാത്രം പഠിച്ചാൽ പോലെ ആ വർക്ക്സുകളുടെ കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന്റെ മൂവ്മെന്റ്സ് അറിഞ്ഞിരിക്കണം, തിയറീസ് അറിഞ്ഞിരിക്കണം. അതിനുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വർക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സമർത്ഥിക്കാൻ പറ്റുന്നത്. അതിനകത്തുള്ള ഈ വർക്കിൽ ഇന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് എടുത്തെഴുതുമ്പോൾ അത് വെറും ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ എന്ത് കണ്ടു അത് അതുപോലെ തന്നെ നിങ്ങളത് പ്രസന്റ് ചെയ്തു. അതിന് അനലിറ്റിക്കലി ആ കാലഘട്ടത്തെ ട്രെൻഡുകളുമായിട്ടും റെസ്പോൺസുകളുമായിട്ടൊക്കെ ചേർത്തിണക്കിക്കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു വലിയ വീക്ഷണം അവിടെ വ്യക്തമാവുന്നത്. റൈറ്റ്. നിങ്ങൾ ക്രിറ്റീക്ക് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ക്രിറ്റിക്കലി അതിനെ റീഡ് ചെയ്യേണ്ടതുണ്ട്, അതിനെ സമർത്ഥിക്കേണ്ടതുണ്ട്. അതും സ്കോളർലി ലാംഗ്വേജിലാണ്. നമുക്ക് ആദ്യം ഇതിന്റെ സിലബസ് ഒന്ന് കാണാം. നമുക്ക് ബേസിക്കലി 14ഓളം മൊഡ്യൂൾസുകളാണ് പഠിക്കാനുള്ളത്. HSST ഇംഗ്ലീഷിന്റെ സെയിം സിലബസ് ആണ്. പക്ഷെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ആ ജനറൽ ആസ്പെക്ട്സുകളോ മറ്റൊന്നുമില്ല. നിങ്ങൾ കേരള റിനസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കേണ്ട, ഈ ഏരിയാസ് ഒന്നും നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് ഓൾറെഡി ഒരു സബ്ജക്ട് പേപ്പർ പഠിക്കാനുണ്ട്. പോരാത്തതിന് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പൊതുവിലുള്ള കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടി ഒരു ജനറൽ PSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഭയങ്കരമായിട്ട് അവിടെ ഒന്ന് ടെൻസ്ഡ് ആയിരിക്കും. കാരണം അത് കുറച്ചു കാലം മുന്നേയുള്ള പ്രിപ്പറേഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും എല്ലാം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ നമുക്കിവിടെ വേണ്ട, അല്ലേ? അതൊരു ഗുണമാണ്. കാരണം നമുക്ക് ആ ജനറൽ ആസ്പെക്ട്സുകൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട ആവശ്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഇംഗ്ലീഷ് സബ്ജക്ട് വിഭാഗത്തിലുള്ള അതത് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെല്ലാം വരുന്നു നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 എന്ത് വരുന്നു? ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th century. അപ്പോൾ അവിടെ ആദ്യം ഡീറ്റെയിൽ സ്റ്റഡിക്കുള്ള ഒരു സെക്ഷനാണ്. അവിടെ ജോൺ ഡണ്ണന്റെ 2 പോംസ് ഉണ്ട്. ജോൺ മിൽട്ടന്റെ ലിസിഡാസ് പാരഡൈസ് ലോസ്, ജോൺ ഡ്രൈഡന്റെ മാക്ലെഫ്നോ, തോമസ് ക്രീയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, വില്യം ഷേക്സ്പിയറിന്റെ 12th നൈറ്റ്, ഹാംലെറ്റ്, സോണറ്റ്സ് നമ്പർ 18, 30, 116. 2 പ്ലേസും ഉണ്ട്, 3 സോണറ്റ്സും ഉണ്ട്. അലക്സാണ്ടർ പോപ്പിന്റെ റേപ്പ് ഓഫ് ദ ലോഗ്, ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ്, ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ഓഫ് ട്രൂത്ത്, 3 എസ്സേസ്. ജോണതൻ സ്വിഫ്റ്റിന്റെ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ്, റോബർട്ട് ബ്രൈൻസിന്റെ എ റെഡ് റോസ്,
വില്യം ബ്ലേക്കിന്റെ ദ ടൈഗർ ദ ലാംബ്, ഈ 2 പോംസ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2-ലാണെന്നുണ്ടെങ്കിൽ നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്ക് ബിയോവോൾഫ്, ബാലറ്റ്സ്, സർ പാട്രിക് സ്പെൻസ്, ഷെവി ചേസ്, അതുപോലെ തന്നെ ജെഫ്രി ചോസറിന്റെ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ്, നോൺ ഡീറ്റെയിൽഡ് ആണ്, ശ്രദ്ധിക്കുക. സെയിം കാറ്റഗറിയിൽ നിന്ന് തന്നെ, സെയിം ഏജിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ തോമസ് കിഡിന്റെ ദ സ്പാനിഷ് ട്രാജഡി, എഡ്മണ്ട് സ്പെൻസറിന്റെ എപ്പിത്തലാമിയൻ, മാർവലിന്റെ കോയ് മിസ്ട്രസ്, ഷെറിഡന്റെ സ്കൂൾ ഫോർ സ്കാൻറ്റർ, മോറിന്റെ ഉട്ടോപ്പിയ, ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ്, റിച്ചാർഡ്സന്റെ പമേല, അതുപോലെ തന്നെ ഹമല, അതുപോലെ തന്നെ ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ. മൊഡ്യൂൾ 3-ൽ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരിയഡ്, ഈ കാലഘട്ടത്തിൽ നിന്നും വില്യം വേർഡ്സ്വർത്തിന്റെ ഓഡ് വരുന്നുണ്ട്. കോളറിജിന്റെ കുബ്ല ഖാൻ വരുന്നുണ്ട്. ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൽ വരുന്നുണ്ട്. ഷെല്ലിയുടെ ഓഫ് ടു ദ വെസ്റ്റ് വിൻഡ്, റോബർട്ട് ബാരന്റെ പ്രിസണർ ഓഫ് ഷില്ലൻ, ലോർഡ് ടെന്നസന്റെ യൂലിസസ്, ലോറസ് ഈറ്റേഴ്സ്, മാത്യു ആർണോൾഡിന്റെ ദ സ്കോളർ ജിപ്സി, ഡോറി ബീച്ച് പോംസ് വരുന്നുണ്ട്. റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡിൽ പിന്നെ വീണ്ടും ആൻഡ്രേ ഡെൽസാർട്ട്, ബ്രൗണിങ്ങിന്റെ, ജിം ഹോപ്കിൻസിന്റെ ദ പൈഡ് ബ്യൂട്ടി, ഡിക്കൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബെത്ത്, ലാംബിന്റെ എസ്സേസ്, ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ, ഡ്രീം ചിൽഡ്രൻ, ഓസ്കർ വൈൽഡിന്റെ പ്ലേ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4-ൽ നിന്നും സെയിം കാറ്റഗറിയിൽ നിന്നും റൊമാൻറ്റിക് പീരീഡിൽ നിന്നും നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ വില്യം വേർഡ്സ്വർത്തിന്റെ പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസ്, ഒലൈഡ ഇക്വാനയുടെ ഇൻട്രസ്റ്റിംഗ് നാരേറ്റീവ്, പിന്നെ ഷെല്ലിയുടെ ദ ചെൻചി, മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ, എമിലി ബ്രോണ്ടിയുടെ വിതറിംഗ് ഹൈറ്റ്സ്, ചാൾസ് ഡിക്കൻസിന്റെ ഓലിവർ ട്വിസ്റ്റ്, തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ദ ഡെർബോവിലസ്, ജെയിൻ ഓസ്റ്റിന്റെ മാൻസ്ഫീൽഡ് പാർക്ക്, വാൾട്ടർ സ്കോട്ടിന്റെ ഇവാനോ. പിന്നെ മൊഡ്യൂൾ 5-ൽ നിന്നും 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വന്നിരിക്കുന്നത് W.B. യേറ്റ്സിന്റെ സെക്കൻഡ് കമ്മിങ്, സെയിലിംഗ് ടു ബൈസാൻഷ്യം, T.S. എലീറ്റിന്റെ ദ വേസ്റ്റ്ലാൻഡ്, W.H. ഓറന്റെ ഇൻ മെമ്മറി ഓഫ് W.B. യേറ്റ്സ്, ഡിലൻ തോമസിന്റെ പോം ഇൻ ഒക്ടോബർ, സുലിയ പ്ലാത്തിന്റെ ഡാഡി, ഫിലിപ്പ് ലാർക്കിന്റെ ചർച്ച് ഗോയിങ്, കരോൾ ആൻ ഡഫിയുടെ ആൻ ഹാത്വേ, ആൻഡ് ടെഡ് ഹ്യൂഗ്സിന്റെ തോട്ട് ഫോക്സ്, ആൻഡ് ടോം ഗണിന്റെ ഓൺ ദ മൂവ്, ഷോയുടെ പിഗ്മാലിയൻ, T.S. എലീറ്റിന്റെ മർഡർ ഇൻ ദ കാത്തഡ്രൽ, ജെയിംസ് ഇന്റിന്റെ പ്ലേബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, സാമുൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ, ഹാരോൾഡ് പെന്തറിന്റെ ബർത്ത്ഡേ പാർട്ടി, T.S. എലീറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, വിർജീനിയ വുൾഫിന്റെ മോഡേൺ ഫിക്ഷൻ. ഇതൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 6-ലാണെന്നുണ്ടെങ്കിൽ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് F.R. ലീവിസിന്റെ ദ ഗ്രേറ്റ് ട്രഡിഷൻ, ജോസഫ് കോൺറാഡിന്റെ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, വിർജീനിയ വുൾഫിന്റെ മിസസ് ഡാലവേ, ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ജോർജ് ഓർവെലിന്റെ 1984 നോവൽ, ജോൺ ഫോൾസിന്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനന്റ്സ് വിമൻ, ഈഞ്ചല കാർട്ടന്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസ്, കറായൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസ്. മൊഡ്യൂൾ 7-ൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. സോ അതിലും അഗെയിൻ ഡീറ്റെയിൽ സ്റ്റഡി, നോൺ ഡീറ്റെയിൽ സ്റ്റഡി അടുത്ത മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡിക്കാണെന്നുണ്ടെങ്കിൽ ഗീതാഞ്ജലിയിൽ നിന്നുള്ള രവീന്ദ്രനാഥ് ടാഗോറിന്റെ 1 to 20 പോംസ്, ശ്രീ അരബിന്ദോയുടെ ദ ട്രയൻസ് ഓഫ് വെയിറ്റിംഗ്, സരോജിനി നായിഡുവിന്റെ കോഴമാഞ്ചൽ ഫിഷേഴ്സ്, കമലദാസിന്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഫ്രീക്സ് 2 പോംസ്, നസീം എസക്കിയലിന്റെ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി, A.K. രാമാനുജന്റെ എ റിവർ, ദ സ്ട്രൈഡേഴ്സ്, ഗിരീഷ് കർണൂരിന്റെ നാഗമണ്ഡല, മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റ്, ദത്താനിയുടെ ഡാൻസ് ലൈക്ക് എ മാൻ, S.N. ദാസ്ഗുപ്തയുടെ ദ തിയറി ഓഫ് രസ, കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി. പിന്നെ മൊഡ്യൂൾ 8-ൽ നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്കാണെന്നുണ്ടെങ്കിൽ വിജയ് ടെണ്ടുൽക്കറിന്റെ ദ കോറിസൺ സെഷൻ, മുൽക്രാജ് ആനന്ദിന്റെ ദ അൺടച്ചബിൾ, രാജാറാവോയുടെ ദ സെർപ്പന്റ് ആൻഡ് ദ റോപ്പ്, അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, R.K. നാരായണന്റെ മാൾഗുഡി ഡേയ്സ്, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ, A.K. രാമാനുജന്റെ ഈസ്റ്റർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്. മൊഡ്യൂൾ 9-ൽ അമേരിക്കൻ ലിറ്ററേച്ചർ, Walt Whitman's Out of the Cradle Endlessly Rocking, Emily Dickinson's I Felt a Funeral, Robert Frost's Home Burial, Wallace Stevenson's Sunday Morning, Edgar Allan Poe's The Raven, Maya Angelou's Phenomenal Woman, Eugene O'Neill's Emperor Jones, Tennessee Williams's The Glass Menagerie. Module 10-ൽ നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്കായിട്ട് എമേഴ്സന്റെ സെൽഫ് റിലയൻസ്, തോറയുടെ സിവിൽ ഡിസൊബീഡിയൻസ്, ആർത്തർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, E. കമ്മിങ്സിന്റെ ബഫലോ ഹിൽസ്, അലൻ ഗിൽസ്ബർഗിന്റെ അമേരിക്ക, ജെർട്രൂഡ് സ്റ്റെയിനിന്റെ ഡോട്ടർ, ഹോത്തോണിന്റെ സ്കാർലറ്റ് ലെറ്റർ, മെൽവിലയുടെ മോബിഡിക്, ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ടോണി മോറിസന്റെ ബ്ലൂവസ്റ്റ് ഐ. ആൻഡ് ഡിഡ് യു നോട്ടീസ് സംതിങ്? ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. വി നോ മോസ്റ്റ് ഓഫ് ദം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാ. അതിൽ ചില വർക്ക്സുകൾ ചിലപ്പോൾ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്തതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ സിമിലർ ആയിട്ടുള്ള മറ്റു വർക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സെയിം ഓതറിന്റെ. സോ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ നന്നായിട്ടൊന്നിരുന്ന് വായിക്കുക, പഠിക്കുക, എന്നിട്ട് അതിന് വൃത്തിയായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുക. ഇത്രേ ചെയ്യാനുള്ളൂ. സോ വലിയൊരു ഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞു അല്ലേ? അതായത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അത്. പല പരീക്ഷകളും അയ്യോ ഞാനിതൊക്കെ പഠിച്ചിട്ട് എനിക്ക് അത് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നോ യു ആർ ഡൂയിങ് സംതിങ് യു ആർ റിയലി ലവിങ് അല്ലേ? HSST എഴുതാൻ പോയപ്പോഴും അല്ലെങ്കിൽ HSC എഴുതാൻ പോയപ്പോഴും നിങ്ങൾ ഇതിനോട് കൂടെ തന്നെ അയ്യോ ഇനി ജനറൽ ഭാഗം കൂടെ ഞാൻ പഠിച്ചെടുക്കണമല്ലോ എന്നുള്ളൊരു പക്ഷെ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ എനിക്കതുണ്ടായിരുന്നു. കാരണം അയ്യോ അതുകൊണ്ട് ഞാൻ HSC എഴുതുന്നില്ല, HSST എഴുതുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തുന്നത് അല്ലേ?
എന്നെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി, ഇനി ഇത് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കണമല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ വിഷമമൊന്നും ഇവിടെയില്ല, നമുക്ക് ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഇനി ലാംഗ്വേജും ലിംഗ്വിസ്റ്റിക്സും, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്, ഫൊണറ്റിക്സ് ആൻഡ് ഫോണോളജി, ജനറൽ ഫൊണറ്റിക്സ്, ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, സ്ട്രെസ് ഇൻറ്റണേഷൻ, പിന്നെ മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 12 ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. കീ കോൺസെപ്റ്റ്സ് ആയിട്ട് ESL, EFL, മദർ ടങ് ഇൻഡിഫറൻസ്, പിന്നെ അതിൻ്റെ മെത്തേഡ്സ്, ലേണിംഗ് തിയറീസ്, ലേണർ ഫാക്ടേഴ്സ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ് ടൂൾസ് ഫോർ ഇവാലുവേഷൻ, എറർ അനാലിസിസ്, റെമഡിയൽ ടീച്ചിങ്, ഇതും വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 13 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, അരിസ്റ്റോട്ടലിൻ്റെ പോറ്റിക്സ്, സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി, കോളറിജിൻ്റെ ബയോഗ്രഫി ഓഫ് ലിറ്റററി, അതിലെ ചാപ്റ്റർ 14, വിർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ, ടെറേസ ലേറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, നോർത്രോപ്പ് ഫ്രൈയുടെ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, ക്ലിയാൻ ബ്രൂക്സിൻ്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, എഡ്മണ്ട് വിൽസന്റെ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ, ഷുവാൾട്ടറിന്റെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വൈൽഡർനെസ്, ഡെറീഡയുടെ ഡിഫറൻസ്, മാർക്സിന്റെ ഫെറ്റിഷിസം ഓഫ് കോമഡിറ്റീസ് ആൻഡ് ദ സീക്രറ്റ് ദെയർ ഓഫ്, ഫ്രൂയിഡിന്റെ ഒരുപാട് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, ഇഡൻ ഈഗോ, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ, ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് ആൻഡ് അതർ റൈറ്റിംഗ്സ്, ജേർഗൻ ഹേബമാസിന്റെ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്ട്, റേമണ്ട് വില്യംസിന്റെ ട്രഡീഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻസ്, സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിന്റെ ഷേക്സ്പിയർ ആൻഡ് ദ എക്സോർസിസ്റ്റ്, മിഷേൽ ഫുക്കോയുടെ പവർ ഓർ നോളജ്, ദി യൂണിറ്റീസ് ഓഫ് ഡിസ്കോഴ്സ്, എഡ്വേർഡ് സെയ്ദിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഓറിയന്റലിസം, ഹെലൻ സിക്ഷസിന്റെ ദ ലാഫ് ഓഫ് ദ മെഡ്യൂസ, ഈവ് സജ്വിക്കിന്റെ എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ്. പിന്നെ കൾച്ചറൽ സ്റ്റഡീസ് ആണ് ലാസ്റ്റ് മൊഡ്യൂള്. അവിടെ തിയഡോർ W. അഡോർണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്, സ്റ്റുവാർട്ട് ഹാലന്റെ എൻകോഡിംഗ് ഓർ ഡീകോഡിംഗ്, ലോറ മൾവിയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ, ജൂഡിത്ത് ബട്ട്ലറിന്റെ സബ്ജക്ട്സ് ഓഫ് സെക്സ്, ജെൻഡർ ഓർ ഡിസയർ, ഏഞ്ചല മക്രോബിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ. റൈറ്റ്. ഇത് കൂടാണ്ട് ഏറ്റവും ഒടുവിൽ ആ സിലബസിന്റെ അവസാനത്തിൽ കേരള PSC പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. The candidates are expected to have a comprehensive knowledge of recent trends relating to post-colonialism, eco-criticism, new historicism, queer theory, trauma studies, new feminisms, culture studies, diasporic writing, public sphere, meta-narratives, hyperreality and simulacra. ഇത് കണ്ട് നമ്മൾ പേടിക്കണ്ട. നിങ്ങൾ UGC നെറ്റിൻ്റെ സിലബസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു? ഇതുകൂടാണ്ട് ഇംഗ്ലീഷിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് ലിറ്ററേച്ചർ സംബന്ധിച്ചും അത്തരത്തിലുള്ള ഡിസ്കഷൻസ് സംബന്ധിച്ചും ചോദിച്ചേക്കാം. അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വൈഡർ ആയിട്ടുള്ള ഒരു നെറ്റായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ അവർ സ്പെസിഫിക് ആണ്. നിങ്ങളത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിലുള്ള റീസെന്റ് ട്രെൻഡ്സുകളും കൂടെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തത നൽകുന്നുണ്ട്. വി നോ വെർ എക്സാക്ട്ലി വി ഗോറ സെർച്ച്, വി ഗോറ ലേൺ, അല്ലെ, നമ്മൾ എവിടെ ഡീപ്പറായിട്ട് പഠിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി കൂൾ. റൈറ്റ്. അത് നല്ലതാണ്. കാരണം നമ്മൾ അന്ധതയിൽ പോയി അല്ലെങ്കിൽ ഇരുട്ടിൽ പോയി തപ്പേണ്ട ആവശ്യമില്ല. വി നോ വാട്ട് എക്സാക്ട്ലി വി ഗോറ ലേൺ ആൻഡ് ദാറ്റ്സ് സോ കൂൾ. യാ, അല്ലെ, അത് നമുക്ക് പഠിക്കാൻ വലിയൊരു റിലാക്സേഷൻ, ഒരു സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. എവിടെ തപ്പണം എന്നുള്ളത് നമുക്കറിയാം, എവിടെ തിരയണമെന്ന് നമുക്കറിയാം, എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിക്കണമെന്നും നമുക്കറിയാം. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. ഇനി HSSTക്ക് തയ്യാറെടുത്തിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ്. ഇനി നിങ്ങൾ HSST പരീക്ഷ എഴുതിയിട്ടില്ലെന്ന് വെക്കും, ഡസൻ മാറ്റർ. അതിനാണ് നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യാനിരിക്കുന്നത്. അത് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് കോണ്ടന്റ് സെഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു വശത്ത് നിങ്ങളുടെ എഴുത്തിനെ ബെറ്റർ ആക്കാനും സ്കോളർലി ആക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു രീതിയും അവിടെ അവലംബിക്കുന്നുണ്ട്. Okay, that's it. Thank you so much, everyone. Thank you so much for listening.